അങ്ങനെ ദൈവത്തെ പോലെ ഒരാൾ വന്നു. ഞാൻ രാത്രിയാവും ചെയ്തു, ട്രെക്ക് ചെയ്ത് എവിടെ എത്താത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് ഒരു ബായ് വരുന്നത്. ഉള്ളേരിയാണ് ബായിൻ്റെ വീട്. പിന്നെ ബായിൻ്റെ കയ്യിലുള്ള എൻ്റെ ബാഗാണ്. ഇത് തീരെ നടക്കാനും വയ്യായിരുന്നു. ട്രെക്ക് ചെയ്താകെ ക്ഷീണിച്ച് ബായിൻ്റെ ബാഗൊക്കെ വാങ്ങിച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ ക്ഷീണിക്കുമ്പോൾ ബായിൻ്റെ കൂടെ അവിടെ നിൽക്കും. എന്നിട്ടങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഇന്നവിടെ ഹോട്ടലിൽ വരെ എത്തിച്ചെന്ന് മൂപ്പര്. ഇതാണ് കേട്ടോ ബായ്. ഞാൻ പെട്ടേക്കണ അവസ്ഥയിൽ ദൈവത്തെ പോലെ വന്ന ആൾ. അല്ലെങ്കിൽ ഞാൻ ആകെ കുടുങ്ങിപ്പോയിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്ത് ഇവിടെയാണ്. എന്താ ഈ വീടുണ്ടല്ലോ, ഇവരാണ് ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ തന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോവാം. ഇനി ഓരോ പണിച്ചിഞ്ഞ് 13.5 കിലോമീറ്റർ നടക്കണം. ഈ വഴിയാണേ പോവുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടോ, ഈ നിൽക്കുന്നതെല്ലാം ഗോതമ്പാണ്. ഇതൊരു ചെറിയ ഗോതമ്പ് പാട്ടാണ്. ഇതിൻ്റെ അപ്പുറത്ത് ചോളം കൃഷിയുണ്ട്. പോണ വഴിയുള്ള കാഴ്ചകളാണ്. പക്ഷെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിലും കൂടി ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച്. പിന്നെ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് എടുത്താൽ മതി. നല്ല അടിപൊളി വെള്ളം, നല്ല ഫ്രിഡ്ജിൽ വെച്ച പോലത്തെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അതുണ്ട്. കണ്ടോ, നമ്മൾ പോണ വഴിയാണ്. കുത്തനുള്ള കയറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കയറിയിട്ട് വേണം അവിടെ എത്താൻ. ഇത് കണ്ടോ, ശബ്ദം കേട്ടപ്പോൾ നോക്കിയതാണ്. അപ്പോൾ ആ മരത്തിലൊരു പെങ്കൊച്ച, അവരതിൽ കയറിയിട്ട് കളിക്കുക. രസകരമായ കാഴ്ച. പോണ വഴികളൊക്കെ നോക്കിയേ, വെയിലൊക്കെ കെട്ടി കാണുമ്പോൾ തന്നെ പാലക്കാടൊക്കെ പോകുമ്പോണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. അതേപോലെ ഫീലിങ് കാര്യങ്ങളുണ്ട്. ഗ്രാമത്തിൻ്റെ ടച്ച് അതിങ്ങനെ കിട്ടുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ. ഇത്രയൊക്കെ നടന്നിട്ടും 11 കിലോമീറ്റർ ഇനിയുണ്ട്. 2.5 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. ഓ, ഇതൊക്കെയാണ് വഴി. ഇന്നെത്തുമോ, എത്താൻ ചാൻസ് ഇല്ല. കുന്നും മലൊക്കെ കയറിയിട്ട് നല്ല യാത്രയാണ്. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മോരാപ്പാനി ഇപ്പോഴും എത്തിയില്ല. പോണ വഴിയിലുള്ള റോഡിൻ്റെ അവസ്ഥയാണ്. ഈ വഴി കൂടിയാണ് ഈ ഡ്രൈവർമാർ ഈ വണ്ടിയായിട്ട് പോണത്. നേപ്പാളിലെ ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം. ഒരു റിസ്ക് പിടിച്ച വഴികളവിടെയൊക്കെ. പോണ വഴിച്ചുള്ളൊരു കാഴ്ചയാണ്. ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. അവിടെ നിന്നൊരു വ്യൂ ആണ്. അപ്പുറം കുറേ വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി 10.3 കിലോമീറ്റർ നടന്നാലാണ് ഗോരോപാനി എത്തുള്ളൂ. ഇനി ഇതായി സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോകാൻ. ഇനി കുറച്ച് ടാസ്ക് പിടിച്ച വഴിയാണ്. വന്നും ടാസ്ക് പിടിച്ച വഴിയാട്ടോ. ഇത് വലിയ കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. റോഡ് വഴിയാണെങ്കിൽ ഇങ്ങനെ പോകണം. പോണ വഴി കണ്ടാലേ ABC ട്രെക്കിങ്ങിന് പോയാൽ അതേപോലുള്ള വഴി പോലെയൊക്കെ തോന്നുന്നേ. അതേപോലെ ഫീലുണ്ട്. ലോഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം കാണുന്നൊരു വ്യൂ ഒക്കെ കണ്ടോ, ഇതൊക്കെയാണ്. ഒന്ന് കഷ്ടപ്പെട്ട പിന്നുണ്ടല്ലോ, നമ്മളെ കഷ്ടപ്പാടൊക്കെ മറക്കും. ആ ലെവല് വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ നേരത്തിന് ഫുഡ് കിട്ടിയില്ല, അങ്ങനെയൊക്കെ വരും കേട്ടോ. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴാണ് പിന്നെ യാത്ര ചെയ്യാനൊക്കെ തോന്നുക. ഇത് എത്ര മാത്രം എനിക്ക് ഫീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാലും ഇവിടെ നോക്കിയേ, ഇവിടെ കാണുന്നൊരു വ്യൂ. ഇതുവഴിയാണ് പോകാനുള്ളത്. എന്താലേ നോക്കിയേ, ഉണ്ടോ, ഒരു ഗ്രാമത്തിൽ കണ്ട കാഴ്ചയാണ്. കുതിരല്ല പോന്നിയാണ്. കുതിരയും കഴുതിയും കൂടി കൂട്ടിടിച്ചുണ്ടായ സാധനം. അപ്പോൾ ഇതിനെ കൊടുന്നുണ്ട് എന്തിനാ വെച്ചാൽ അവരവിടെ ചാക്കിൽ കൃഷി വിളവെടുത്താൽ അതൊക്കെ ഇതിൻ്റെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടേ.
ഇവർ ഉരുളൻകിഴങ്ങ് വിളവെടുത്താൽ ഇത് ഈ ചാക്കിലാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇനി കഴുതേൻ്റെ പുറത്ത് വെച്ചിട്ട് ഇവർ കൊണ്ടുപോകും. എന്നിട്ടാ അതിൻ്റെ മോൻ്റെ കയ്യിലുണ്ട് ഒരു ഇത് കണ്ടോ, അത് ഇതിന് മേറ്റുള്ളതാണ്. കഴുത്തപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴേ അത് വെച്ചിട്ടാണ് വടിച്ച് പകരം യൂസ് ചെയ്യുന്നതാണ്. ഈ പോണ വഴി മൊത്തം ഇങ്ങനെ സ്റ്റെപ്പാണ്. ഏകദേശം 2000-ഓളം പടി ഉണ്ടെന്നാണ് പറഞ്ഞ് കേൾക്കണേ കയറി പോകാൻ. അത് കയറിയിട്ട് വേണം അങ്ങോട്ട് പൂണിയിലെത്താൻ. സീന് ഇവിടെ ഒരാളെയും കാണാനില്ല. 2 വഴിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് റൂട്ട് എന്ന് അറിയില്ല. ഒരാളെ കാണുന്നുണ്ടെങ്കിൽ ഒരാളിവിടെ ഇല്ല. ആരെങ്കിലും വരിയിരുന്നെങ്കിൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ ചിലപ്പം തെറ്റായ റൂട്ട് പോയാൽ പണി കിട്ടും. 5:30 ഇനി കുറച്ച് കഴിഞ്ഞ് ഇരുട്ടാവാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരാൾ കണ്ടു കേട്ടോ. അപ്പോൾ ഒരു വഴി പറഞ്ഞു തന്നേ. അപ്പോൾ ഇതന്നെയാണ് റൂട്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പൊളിഞ്ഞാടിയൊരു വീട് മാത്രമേ ഉള്ളൂ. എനിക്കൊരാളുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് അങ്ങ് പോയിട്ട് രണ്ടാമത് റിട്ടേൺ വന്നാണ്. വഴി തെറ്റിക്കഴിഞ്ഞാൽ റിട്ടേൺ വരേണ്ടി വരും. ഒരുപാട് നടക്കാനുണ്ട്. നടന്നിട്ടാണെങ്കിൽ പകുതി മരിക്കും ചെയ്തെന്നു. ഈ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് ഇങ്ങനെ വേണം പോകാനേ. ഞാൻ 2000 പടി എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, അതൊക്കെ കാണും. എൻ്റെ അടുത്തൊരാൾ പറഞ്ഞതാണ് ഇങ്ങനെ 2000 പടി ഉണ്ടെന്ന് ഏകദേശം. അതൊക്കെ ശരിയാവും. ഇതാ ഒത്തിരി പടി ഇവിടെ ഉണ്ട്. അത് കയറിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ. പോണ വഴിയുള്ള വ്യൂ ആണ്. കാണാനൊക്കെ നല്ല അടിപൊളി. താഴത്തൊരു അരുവി പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ തൂക്കുപാലാണ്. ചിലതൊക്കെ നല്ല ലോങ് ഉള്ളുണ്ട്. ഇതൊരു ചെറിയതാണ്. ഇതിനുള്ള വ്യൂ ആണ്. താഴത്തേക്ക് അങ്ങോട്ട് വെള്ളമൊക്കെ പോകുന്നു. ഇവിടെ വന്നിട്ടൊരു വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്. ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നും. പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. പോണ വഴിയൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടവും ഫുള്ളിങ്ങനെയുള്ള പാലങ്ങൾ, തൂക്കുപാലങ്ങളൊക്കെയാണ്. പിന്നെ ഇതേപോലുള്ള കുറച്ച് സ്റ്റെപ്പായിട്ട് 2000 പടി, ചുരുങ്ങിയ 2000 പടി കയറി കഴിഞ്ഞാൽ നമുക്ക് മേലെ എത്താം. ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ വന്ന വഴി ഇതൊക്കെയാണ്. ആ വില്ലേജൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെ വന്നാൽ ഇങ്ങനെ കയറി മേലെ ചെത്തണം. ഇവിടെ നിന്ന് വില്ലേജൊന്നും കാണാനില്ല. കുറച്ച് നടക്കണം. ഇരുട്ടാനും തുടങ്ങി. സീനാണെങ്കിൽ ഇവിടെ നിന്ന് ഇരുട്ടാൻ തുടങ്ങിയ ഇനി ഒത്തിരി പോവാണ്ട്. വന്നൊരു വില്ലേജാണ് കാണുന്നത് ബാക്കിൽ. കുറച്ച് ദൂരം സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കിട്ടുന്ന ഓരോ വ്യൂ ആണിത്. ആ കാണുന്നത് റോഡാണ്. ആ ഗ്രാമത്തിൽ ചെങ്ങണ്ടുള്ള റോഡാണ്. ഇതൊക്കെ കയറി അങ്ങ് എത്തണം. ഊണിയിൽ പോണ വഴി കണ്ടൊരു മരമാണ്. അതിമത്തെ ഇലെല്ലാം വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ആ മരങ്ങൾ നോക്കേ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അതേപോലെ ഇങ്ങനൊരു മരം ഇവിടെ ഉണ്ട്. ഇനി ഇരുട്ടായിട്ടോ, ഇപ്പോഴും എത്തിയിട്ടില്ല. ഇവിടെ വീടും കാര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടെ പോയാൽ എന്തോ വില്ലേജ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടു. പോട്ടെ. ഇങ്ങനെ ഇരുട്ടായ ഇവിടെ നിന്നൊരു ബായിനെ കിട്ടിയതാ. ബായിൻ്റെ അടുത്ത് എൻ്റെ ബാഗൊക്കെ വാങ്ങിച്ചു. നടക്കാൻ വയ്യ, ആകെ വയ്യാണ്ടായിരുന്നു. ഇതാണ് നേപ്പാളീസ്. ഇങ്ങനെയാണ് നേപ്പാളീസ്. അല്ലാണ്ട് അവർ നമ്മളെ മേലിച്ചൊന്നും എടുക്കില്ല. നമ്മളായിട്ട് അവരെ മേലിച്ച് പോകാതിരുന്നാൽ മതി. നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുക. എന്നാൽ പിന്നെ എങ്ങനെയാണ്, നല്ല സ്നേഹമുള്ളവരാണ്. ഞാൻ ഇവിടെ ഒരു മാസമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ. ഇതാണ് ആ ബായിട്ടാ ഇന്നൽപ്പേത. അങ്ങനെ ഞാൻ ഉള്ളേരിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കിട്ടിയ റൂമ്. 500 രൂപയാണ് റൂമ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ റൂമിന് പൈസ കൂടുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നർ ഞാൻ കയ്യും കാലും പിടിച്ച് സ്കിപ്പ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെ കഴിക്കണം, അല്ലെങ്കിൽ റൂമിൽ പ്രൈസിന് കിട്ടില്ല. ബാത്റൂമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഉടനെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെയൊക്കെ ഞാൻ റൂം നോക്കിയിടത്തൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ വേറെ പേയ്മെൻറ്റ് ചെയ്യണം. അതേപോലെ
ഇതിൽ തന്നെ വൈഫൈ ഇൻക്ലൂഡ് ആക്കി തന്നു. വൈഫൈക്കും സാധാരണ ചാർജ് ചെയ്യണം. ഇവിടെ 200 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യണ്ടല്ലോ അറിയുന്നു. ലഗേജും കാര്യങ്ങളൊക്കെ തട്ടോ. പിന്നെ ഞാൻ വൈകിട്ട് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല വ്യൂ കണ്ടിരുന്നേ. ഇരുട്ടാവാൻ തുടങ്ങിയോണ്ട് മൊത്തമായിട്ട് കാണാനും കഴിഞ്ഞില്ല. അപ്പോൾ ഇതുവഴി നല്ല വ്യൂ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തേ. അപ്പോൾ ശരി, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.